വീട്ടിൽ കയറി അറസ്റ്റ്. എന്റെ ഭാര്യ എന്റെ മൈനറായിട്ട് കൊച്ചിനെ ചൗക്കുറ്റി അടിച്ചിട്ട് ഇവർ വെടിവെച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. ഇത്രയും പ്രതികൾ ഇവിടെ കാപ്പ കേസിൽ എത്ര പ്രതികൾ അറസ്റ്റ് കിടക്കുമ്പോഴും ഇവർ ഓരോ കേസും അടിയില്ല. ആ പോലീസ് മുഴുവൻ ആക്രമിക്കുക. എന്റെ ഭാര്യ ഉൾപ്പെടെ എന്റെ കൊച്ചിനെ ഉൾപ്പെടെ ആക്രമിച്ചു. ഒരു പ്രകോപനം ഇല്ലാതെ കയറി വരുമായിരുന്നു. എനിക്ക് എന്റെ 14 വയസ്സും 8 വയസ്സുമായ മക്കളുടെ മുമ്പിൽ വെച്ച് തള്ളി കയറിയിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിനകത്ത് കയറി ഉപദ്രവിക്കുമായിരുന്നു. എന്റെ താലിമാല വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി. ഒരു തിക തന്നിട്ടില്ല സാധനം. എന്റെ ഇവിടെ അടിച്ചു. ചവിട്ടി, മുതുകിൽ ചവിട്ടിയ പാടുകളുണ്ട്. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് അവർ വീട്ടിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. പിന്നെ അവർ പിള്ളേരെ പേടിപ്പിക്കുന്ന രീതിയിൽ മുകളിലോട്ട് വെടിവെച്ചിട്ടാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കയറി വരുമായിരുന്നു. അല്ല, പുറത്ത് വെച്ചിട്ട് വെടിവെച്ചിട്ട് അകത്തോട്ട് കയറി വരുന്നു. അപ്പൊ പിള്ളേരെ പേടിച്ചിട്ടുണ്ട്. ഇല്ല, അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെയൊക്കെ ഈ പറച്ചിൽ കേട്ടാൽ തോന്നും ഇവർ വളരെ നിരപരാധികളാണെന്നുള്ളത്. ഈ ഒരു BJP കൗൺസിലർ നിരവധി കേസുകളുടെ പ്രതിയാണ്. വധശ്രമം ഉൾപ്പെടെ കാപ്പ വകുപ്പ് ചുമത്തിയ ഒരാളാണ്. ഇയാളുടെ ജാമ്യം ഹൈക്കോടതി തള്ളി. പിന്നെ പോലീസ് എന്താ ചെയ്യുക? ഫോർമാലിറ്റി സ്വീകരിക്കുക. അയാൾ പൊക്കിയെടുത്ത് അകത്തിടും. അതന്നെ ചെയ്തോളൂ. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പറച്ചിൽ കേട്ടൊന്നും ഏതോ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് വന്നിട്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോകാറുള്ളത്. കുറ്റവാളികളായ ആളുകളോട് ഒരു ദയവും കാണിക്കേണ്ടതില്ല. നിയമത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഏത് കുറ്റവാളിക്കും കിട്ടും. അതൊക്കെ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. പിന്നെ പോലീസിനെ വെടിവെച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അവിടെ കുറെ ഗുണ്ടകളുണ്ട്. പോലീസ് ഈ തൂഫാൻ എന്ന പേരിൽ ലഹരി മാഫിയക്കാരടിച്ചൊതുക്കും പോലെ ഇനി ഒരു ഗുണ്ടകളെ കൂടി അടിച്ചൊതുക്കണം. ഒരു ഗുണ്ട ഇത്രയും കേസിലേക്ക് ഒരു പ്രതി ഒരു BJPയുടെ കൗൺസിലറായി എന്നുള്ളതാണ് അതിശയകരം. സാധാരണ കേസിലെ പ്രതി എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് വഴി തടഞ്ഞു, പ്രതിഷേധം ഇതാക്കി, ബസ്സിന് കല്ലെറിഞ്ഞു, KSRTC തടുത്തു, ഇങ്ങനെ കുറെ കേസുകൾ, രാഷ്ട്രീയ കേസുകൾ ഉണ്ടാവാറുണ്ട്. സ്വാഭാവികം. ഇത് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിലൊക്കെ ഒരു പ്രതിക്ക് ഇതുപോലെയുള്ള ഒരു സംരക്ഷണം എങ്ങനെ കിട്ടുന്നത്? പോലീസ് കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ ഇതുപോലെയുള്ള ഗുണ്ടകളെ നിലക്ക് നിർത്താൻ കഴിയും. ഇയാൾ ഷോ ഉണ്ടാക്കിയതാ. ഇയാൾ അവിടെ കിടന്നിട്ട് ഇയാൾക്ക് പറയാൻ കിട്ടണില്ല. രാത്രി അങ്ങനെ പിടിച്ചു, താലിമാല പൊട്ടിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ഇതെങ്ങനെ ഞങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഒരാൾ പോലും ഇവരെ ന്യായീകരിക്കണില്ലല്ലോ. ഈ വാർത്തക്കടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ നോക്കിയോ? ഒരാൾ പോലും ഈ കുറ്റവാളികളെ ന്യായീകരിക്കുന്നില്ല. ഇതുപോലെയുള്ള ഗുണ്ടകളെ പിടിച്ച് അകത്തിടാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ചങ്കൂറ്റമുണ്ടോ എന്നുള്ളതാണ്. മുൻപത്തെ ഭരണകൂടത്തിനൊന്നും ഈ ചങ്കൂറ്റം കണ്ടിട്ടില്ല. പരമാവധി ഒഴിവുകഴിവുകൾ പറഞ്ഞ് മാറ്റി നിൽക്കലാണെങ്കിൽ ഇപ്പം അതല്ല സ്ഥിതി. ഓപ്പറേഷൻ തൂഫാൻ, അത് തൂഫാനായി കൊടുങ്കാറ്റായിട്ട് മാറി. അതേപോലെ ഗുണ്ടകൾക്കെതിരെയും എന്ത് ചെയ്യണം? നടപടി വരണം. അതിന് ഏത് കൗൺസിലറാണെങ്കിലും ജനപ്രതിനിധി ആണെങ്കിലും ഇവർക്ക് ജനപ്രതിനിധിയുടെ ഒരു അവകാശങ്ങളും കിട്ടേണ്ട സാഹചര്യമില്ല. കാപ്പ എന്ന് പറയുന്ന വകുപ്പ് ചുമത്തിയ പെരും ഗുണ്ടകളാണ് ഇവർ. എന്തായാലും ഇവർക്ക് കിട്ടേണ്ടത് കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് ഉള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചിക്കൻ ബോക്സിന്റെ വീട്ടിൽ കിടന്ന് എന്നെ ജനപ്രതിനിധിയായിട്ട് മത്സരം ജയിച്ചവർ എന്നെയാണ് അവർ കാപ്പ കേസിൽ പ്രതിയാക്കിയത്. വീട്ടിൽ കയറി അറസ്റ്റ്. എന്റെ ഭാര്യ എന്റെ മൈനറായിട്ട് കൊച്ചിനെ ചൗക്കുറ്റി അടിച്ചിട്ട് ഇവർ വെടിവെച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. ഇത്രയും പ്രതികൾ ഇവിടെ കാപ്പ കേസിൽ എത്ര പ്രതികൾ അറസ്റ്റ് കിടക്കുമ്പോഴും ഇവർ ഓരോ കേസും അടിയില്ല. ആ മുഴുവൻ ആക്രമിക്കുക. എന്റെ ഭാര്യ ഉൾപ്പെടെ എന്റെ കൊച്ചിനെ മൈനറായിട്ട് കൊച്ചിനെ ആക്രമിച്ചു. കൈ പിടിച്ചാൽ പിടിച്ച വരില്ല. ഹൈക്കോടതി ഓർഡറിന് ഹൈക്കോടതി കേസ് കൊടുക്കേണ്ടതാണ് ഇവർ ഹൈക്കോടതി കോച്ച് കൊടുക്കേണ്ട. നാളെ എന്നെ പറയുന്നത് ഒരു കൗൺസിലർ ഒഴിവാണെന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾ ജനങ്ങളുടെ ഒപ്പം നിങ്ങൾ മരണമാരുണ്ടാവും. നീയൊക്കെ ഇനി എത്ര പിടിച്ചെടുക്കുന്നത് ഞാൻ വീഡിയോട് പറയാം. ജനങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടാവും, മരണമാരുണ്ടാവും. എന്നെ ജയിപ്പിച്ചത് എന്റെ ജനങ്ങളാണ്. വാട്ടും ജനങ്ങൾക്ക് ഒപ്പം ഞാൻ ഉണ്ടാവും. ഇവന്മാർ ഈ ഒളിവ് കിടക്കുന്ന ഭരണം 369 വിധവാ പെൻഷനെ ഒപ്പിട്ടിട്ടുണ്ട്.